ഹലോ ഗായ്സ്, ഇന്നൊരു നൈറ്റ് സ്കിൻ കെയർ റുട്ടീനല്ല, നൈറ്റ് സ്കിൻ കെയർ കണ്ടാലോ. അപ്പോൾ ഇതൊരു ഫേസ് ജെൽ എന്ന് പറഞ്ഞിട്ടൊരു ഫേസ് വാഷാണ്. ഇതെനിക്ക് ഡോക്ടർ തന്നതാണ് എൻ്റെ ആക്നി സ്കിന്നിന് വേണ്ടിയിട്ട്. ബിക്കോസ് എനിക്കിപ്പോൾ ഒരു പെട്ടെന്നൊരു സഡൻ ഓൺസെറ്റ്, എനിക്ക് ഒരു 3 months ബാക്ക് എനിക്ക് ആക്നി വന്നതാണ് മുഖത്തിന്. എന്താ സംഭവം, അത്രയും നാളെൻ്റെ മുഖത്ത് ഒരു പാട് പോലും, ഒരു കുരു പോലും വരാത്ത മുഖമായിരുന്നു. ഐ തിങ്ക് ഞാൻ റെറ്റിനോൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു, റെറ്റിനോൾ സിറം മിനിമലിസ്റ്റിൻ്റെ. അതിന് ശേഷമാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്. ഒരു മിസ്റ്റേക്ക് ആയിപ്പോയി എനിക്ക് തോന്നുന്നു. അതിന് കുറേ ഡോക്ടർ എന്നെ കുറേ ചീത്ത വിളിച്ചു. കാരണം ഈ 20s ആക്ച്വലി അത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അറ്റ് ദ എൻഡ് ഓഫ് 20s ഓക്കെ, ഇതിപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. എനിക്കൊന്ന് അതുകൊണ്ടാണെന്ന് തോന്നുന്നു. കാരണം അതിന് ശേഷം എനിക്ക് കുരു വരുന്നില്ല, ബട്ട് ആ സ്പോട്ട് അവിടെ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ അതിന് ഞാൻ കുറേ സാധനങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. ലാസ്റ്റാണ് ഞാനിതേ ഈ രക്തചന്ദനത്തിലെത്തി. ആക്ച്വലി ദിസ് ഈസ് മൈ നൈറ്റ് സ്കിൻ കെയർ ഐറ്റംസ് എന്ന് പറയുകയാണെങ്കിൽ ഇതാണ്. വേറെ ഞാൻ കുറേ ഓയിൻമെൻറ്റ് ഇതൊന്നും മാറ്റില്ല. എനിക്ക് കെമിക്കൽ പീൽ ചെയ്യേണ്ട വരും തോന്നുന്നു. അത് ഞാൻ ഉടനെ ചെയ്യും, ബിക്കോസ് എൻ്റെ പാട് മാറുന്നില്ല. ഇത് ഞാനിപ്പം ഒരു 1 month ആയി യൂസ് ചെയ്യുന്നുണ്ട്. വലിയ മാറ്റമില്ല, ബട്ട് വിസിബിളി മാറ്റമൊന്നുമില്ല. ബട്ട് നമുക്ക് പേഴ്സണലി ഒരു ഫീലുണ്ട്, ഒന്ന് ഫെയ്ഡായ പോലെ. അപ്പോൾ അത് തേക്കുന്നു. അത് ഞാൻ ആ പാടുള്ള സ്ഥലത്ത് മാത്രമേ തേക്കുന്നു. അത് ഞാൻ മുടിയിൽ ജസ്റ്റ് സിറം അപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് മറ്റൊരു സിൽക്കിൻ്റെ ഒരു ക്യാപ്പ് കിട്ടും തലയിലിടുന്നത്. അപ്പോൾ അത് ഇട്ടിട്ട് കിടക്കുക ചെയ്യുക. എന്തെങ്കിലും ഒരു സിറം യൂസ് ചെയ്താൽ മതി. അപ്പോൾ മുടി രാവിലെ എണീക്കുമ്പോഴേക്കും ചപ്രിക്കോലത്തിലൊന്നും കിടക്കത്തില്ല. നല്ല സോഫ്റ്റ് സിൽക്കി ആയിട്ട് കിടക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒരു വിഷ് കെയറിൻ്റെ ഒരു ടിൻഡഡ് ലിപ് ബാം ഇടും. ആ ലിപ് ബാമിൻ്റെ ഒക്കെ ഡ്രസ്സെല്ലാം ഞാൻ ഊരിക്കളഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ നൈറ്റ് സ്കിൻ കെയർ യൂഷ്വലി ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.